നിങ്ങൾക്കറിയാമോ, നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഹെൽത്തി എന്ന് വിശ്വസിക്കുന്ന ഭൂരിഭാഗം കേരള ബ്രേക്ക്ഫാസ്റ്റും ഡയബറ്റീസ് പേഷ്യൻസിന് വളരെയധികം ദോഷം ചെയ്യുമെന്നുള്ളത്? കേൾക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും സത്യമാണ്. നമ്മുടെ ഭൂരിഭാഗം കേരള ബ്രേക്ക്ഫാസ്റ്റിനും ഹൈ ഷുഗർ, ഹൈ കാർബ്സ് അടങ്ങിയതുകൊണ്ട് തന്നെ അത് ഡയബറ്റീസ് പേഷ്യൻസിന് വളരെ ദോഷം ചെയ്യും. നമുക്ക് ഷുഗർ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഞ്ചസാര ഒഴിവാക്കും. എന്നാലും നമ്മൾ ചോറ് ഒഴിവാക്കില്ല. ചോറ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് മസ്റ്റ് ആയിട്ടാണ് ചോറ്. അതേസമയം കുറച്ചും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോറ് ഒഴിവാക്കും. അപ്പോഴും നമ്മൾ അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് കഴിക്കാൻ പോകുന്നത് എന്താ? ചപ്പാത്തി ആയിരിക്കും. ഇത് ശരിക്കും പറയാ കഴിഞ്ഞാൽ ഗ്ലൂട്ടൺ ആണ്. ഇതും ചോറും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ല. എന്നാലും നമ്മൾ ചോറ് ഒഴിവാക്കി ചപ്പാത്തിയിലോട്ട് മാറും. ഇനി നമ്മുടെ കേരള ബ്രേക്ക്ഫാസ്റ്റ് തന്നെ എടുത്ത് നോക്കാം. നമ്മുടെ ഇഷ്ട വിഭവങ്ങളായിട്ടുള്ള അപ്പാണെങ്കിലും പുട്ട്, പത്തിരി, ഇതൊക്കെ അരിപ്പൊടി കൊണ്ട് തന്നെയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മുടെ കുറച്ച് കേരള ബ്രേക്ക്ഫാസ്റ്റ് എന്തുകൊണ്ട് ഡയബറ്റീസ് പേഷ്യൻസ് കഴിക്കാൻ പാടില്ലെന്നും അതിന് ഹെൽത്തി ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് ആണ് പറയാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഡോക്ടർ ഇല്ല മേരി ജോബ്സൺ, ആയുർജൻ ക്ലിനിക്, വടശ്ശേരിക്കര, പത്തനംതിട്ട. അതിലാദ്യം തന്നെ മലയാളിയുടെ ഇഷ്ട വിഭവമായിട്ടുള്ള പുട്ടും പഴവും. ഒന്നാമതേ പുട്ട് അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഹൈലി ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണ്. അതിന്റെ കൂട്ടത്തിൽ പഴം, പിന്നെ ഞാനൊന്നും പറയണ്ടല്ലോ. ഈ പുട്ടും പഴം ടോട്ടൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ 14 മുതൽ 15 ഗ്രാം ഷുഗർ അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് അപ്പവും സ്റ്റൂവും. ഈ അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത്? അരിപ്പൊടി ഫെർമെന്റ് ചെയ്ത് അതിലോട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ അപ്പം ഉണ്ടാക്കുന്നത്. ഒന്നാമതേ ഇതിൽ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് വളരെ കൂടുതലാണ്. ഒരു സിംഗിൾ അപ്പം എടുത്ത് നോക്കുകയാണെങ്കിൽ 20 മുതൽ 25 ഗ്രാം കാർബ്സ് അതിലടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇടിയപ്പം, ഈ ഇടിയപ്പവും അരിപ്പൊടി വെച്ച് തന്നെയല്ലേ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കാർബോഹൈഡ്രേറ്റ് വളരെ കൂടുതലുമാണ്. നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവല് പെട്ടെന്ന് കൂട്ടുകയും ചെയ്യും. ഇനി അടുത്തത് പത്തിരി ആണെങ്കിലും സെയിം അവസ്ഥ തന്നെയാണ് കേട്ടോ. പത്തിരിയുടെ കൂടെ പിന്നെ പാലും പഞ്ചസാരയും കൂട്ടിയാൽ കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയണ്ട. പിന്നെ ഒരാളുണ്ട് പൊറോട്ട. അത് ഷുഗർ പേഷ്യൻസ് അടുത്ത് കൂടെ പോകാൻ പറ്റില്ല. ഒന്നാമതേ അത് മൈദ, അതും പോരാഞ്ഞിട്ട് പ്രോസസ്ഡ് ആണ്, ഹൈ ഷുഗർ ആണ്. അതുകൊണ്ടൊക്കെ തന്നെ ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് ഒഴിവാക്കുന്നതായിരിക്കും വളരെ നല്ലത്. ഇനി ഞാൻ ഈ പറഞ്ഞ ഭക്ഷണങ്ങളെല്ലാം എന്തുകൊണ്ടാണ് പ്രശ്നം ആകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ എല്ലാ ഫുഡിലും കാർബോഹൈഡ്രേറ്റിന്റെ അളവും ഷുഗറിന്റെ അളവും വളരെ കൂടുതലാണ്. പോരാത്തതിന് ഇതിൽ ഫൈബർ ഒട്ടും തന്നെ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ശരീരത്ത് പെട്ടെന്ന് തന്നെ ഇത് അബ്സോർബ് ആവുകയും ബ്ലഡ് ഷുഗർ ലെവൽ വളരെയധികം കൂട്ടുകയും ചെയ്യും. പിന്നെ നമ്മളിത് കൂട്ടി കഴിക്കുന്നത് എങ്ങനെയാ? ഇപ്പൊ പുട്ടാണെങ്കിൽ പഴമാണെങ്കിൽ വളരെയധികം മധുരമാണ്, അതിൽ ഷുഗറിന്റെ കണ്ടന്റും വളരെ കൂടുതലാണ്. പിന്നെ ഒരുവിധം ഈ ബ്രേക്ക്ഫാസ്റ്റുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മധുരമുള്ള എന്തെങ്കിലും വെച്ചിട്ടായിരിക്കും ഇത് കൂട്ടി കഴിക്കുന്നത്. ചിലപ്പോൾ പാലായിരിക്കാം, ചിലപ്പോൾ തേങ്ങാപ്പാലായിരിക്കാം, ചിലപ്പോൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പഞ്ചസാര ഇട്ടും കഴിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ ഭക്ഷണങ്ങളെല്ലാം ഡയബറ്റീസ് പേഷ്യൻസിന് വളരെ ഹാംഫുൾ ആണ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ അല്ലാണ്ട് പിന്നെ എന്താ കഴിക്കുക, ഇതും കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഷുഗർ പേഷ്യൻസിന് പട്ടിണി കിടക്കണമെന്നുള്ളത്. പട്ടിണി കിടക്കൊന്നും വേണ്ട. ഈ ഭക്ഷണങ്ങൾക്കൊക്കെ പറ്റിയ ഒരു ഓൾട്ടർനേറ്റീവ്സും ആയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഒന്നാമത്തെ കാര്യം പുട്ട്. നമുക്കിത് ഈ അരിപ്പൊടി മാറ്റി നമുക്ക് റാഗി കൊണ്ടോ അല്ലെങ്കിൽ ഓട്സ് കൊണ്ടോ നമുക്ക് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. അരിപ്പൊടിയാണ് കാർബോഹൈഡ്രേറ്റിൽ കുറച്ചും കൂടി കൂടുതലായിട്ട് നിൽക്കുക. അതിന് പകരം നമുക്ക് റാഗി ഓട്സ് യൂസ് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ ഒന്ന്, ഇതിൽ ഫൈബറിന്റെ കണ്ടന്റ് കൂടുകയും അതുപോലെ തന്നെ പ്രോട്ടീനും നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലഡ് ഷുഗർ ലെവൽ നമുക്ക് നല്ല പോലെ സ്റ്റെബിലൈസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അടുത്തത് മൾട്ടിഗ്രെയിൻ ദോശ. നമുക്ക് ദോശമാവ്, മില്ലറ്റ്സ്, ക്യൂന, അതുപോലെ തന്നെ ലെന്റിൽസ് വെച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അതാകുമ്പോൾ അതിൽ ഫൈബറും കൂടുതലായിരിക്കും, പ്രോട്ടീനും കൂടുതലായിരിക്കും. പിന്നെ നെക്സ്റ്റ് വെജിറ്റബിൾ ഉപ്മ, അതും നുറുക്ക് ഗോതമ്പ് വെച്ച് ഉണ്ടാക്കുമ്പോൾ അതാകുമ്പോൾ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആണ്. പിന്നെ വെജിറ്റബിൾസ് ആഡ് ചെയ്യുമ്പോൾ അതിൽ ഫൈബറും അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബ്ലഡ് ഷുഗർ സ്റ്റേബിൾ ആയി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കൂട്ടാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് അവോക്കാഡോ സാലഡുകൾ, എഗ് ഓംലെറ്റ് കാര്യങ്ങളൊക്കെ. ഇതിലൊക്കെ ആകുമ്പോൾ കാർബോഹൈഡ്രേറ്റിന്റെ അളവും വളരെ കുറവാണ്, ഫൈബറും കാര്യങ്ങളും ഉണ്ടാകും, നമുക്ക് വിശപ്പും അധികം ഫീൽ ചെയ്യില്ല. പിന്നെ ഏറ്റവും നല്ലൊരു ഓൾട്ടർനേറ്റീവ് ആണ് സ്റ്റീംഡ് വെജിറ്റബിൾസ്. ഇതിന്റെ കൂടെ നമുക്ക് കോക്കനട്ട് ചട്നിയോ കാര്യങ്ങളോ യൂസ് ചെയ്യാവുന്നതാണ്. ഇതെന്ന് പറയുന്നത് ലോ സ്റ്റാർച്ച് വെജിറ്റബിൾസ് ആയിട്ടുള്ള സ്പിനാച്ച്, കെയില്, അങ്ങനത്തെ കാര്യങ്ങളും കൂടി ആഡ് ചെയ്യാം. പിന്നെ എപ്പോഴും നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. നമ്മൾ മലയാളികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് വളരെ നല്ലത് തന്നെയാണ്. ട്രഡീഷണൽ സ്റ്റൈലിലുള്ള കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്, സത്യത്തിൽ ഹെൽത്തി ആണ്, കുഴപ്പമൊന്നുമില്ല.
പക്ഷേ ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിന് ഹാംഫുൾ ആയിട്ടുള്ള കുറച്ച് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. അപ്പോൾ കുറച്ച് ചേഞ്ചസിലൂടെ നമുക്ക് ആ ഒരു ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്ത് പോകാനായിട്ടും സാധിക്കും. അപ്പോൾ പുട്ട് പോലത്തെ കാര്യങ്ങളൊക്കെ റാഗിയിലോട്ട് അല്ലെങ്കിൽ ഓട്സിലോട്ടൊക്കെ മാറ്റാനായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും, നമുക്ക് ഷുഗർ കാര്യങ്ങളൊക്കെ നല്ലപോലെ കൺട്രോൾ ചെയ്ത് പോകാനായിട്ടും സാധിക്കും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഇതുപോലെ ഡയബറ്റീസ് റിലേറ്റഡ് ആയിട്ട് പ്രശ്നം അനുഭവിക്കുന്നവരാണെങ്കിൽ, ഇത് മാത്രമല്ല നിങ്ങൾക്ക് എന്ത് ഇഷ്യൂസ് ആണെങ്കിലും താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിന് ഇത് അയച്ചു കൊടുക്കാനായിട്ട് മറക്കുകയും ചെയ്യരുത്. അവരും ഹെൽത്തി ആയിട്ട് ഇരിക്കട്ടെ എന്നേ. അപ്പോൾ ഇതുപോലെയുള്ള ഹെൽത്തി ടിപ്സുമായിട്ട് ഞാൻ ഇനിയും വരാം. ദിസ് ഇസ് ഡോക്ടർ ഇല്ല മേരി ജോബ്സൺ സൈനിങ് ഓഫ്.